ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സാർ ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് അനില. സാർ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഈ ഒരു വീക്കെൻഡിലേക്കാണ് കിടക്കുന്നത്. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അത്ര പോസിറ്റീവായിട്ടൊരു സ്റ്റാർട്ടല്ല മാർക്കറ്റ് നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ ആയിരുന്നു ആരംഭിച്ചതെങ്കിൽ പോലും അവിടെ നിന്ന് നേരിയ തോതിലൊരു ബൗൺസ് ബാക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും 20,287, അതായത് 20,300 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഇൻഡെക്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ടോണാണ് നിലനിർത്തിയിരിക്കുന്നത്. കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് നിഫ്റ്റി ബാങ്കിലും അപ്സൈഡിലേക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഡ്രാഗ് ചെയ്യുന്ന സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ നിസ്സംശയം പറയാൻ സാധിക്കുന്നത് IT ആണ്. TCSൻ്റെ റിസൾട്ട് ഇന്നലെ വൈകുന്നേരം മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. അത്ര ആശ്വാസകരമായിട്ടുള്ള നമ്പേഴ്സ് അല്ല TCS പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പല പാരാമീറ്റേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും സ്ട്രേറ്റിൻ്റെ അനുമാനങ്ങളെ പാടെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ IT ഓഹരികളിൽ പൊതുവെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഫാർമ സൂചികയും FMCG സൂചികയും ശക്തമായിട്ടൊരു ഡിഫൻസീവ് മോഡിലേക്കാണ് വന്നിരിക്കുന്നത്. FMCGയെ സംബന്ധിച്ചിട്ട് HULൻ്റെ മികച്ച ഒരു മുന്നേറ്റം FMCG സൂചിക്ക് കരുത്താകുമ്പോഴേക്കും ഗ്ലെൻ ഫാർമയിൽ ഉണ്ടാകുന്നൊരു മുന്നേറ്റമാണ് ഫാർമ ഓഹരികൾക്ക് വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൊമെൻറ്റം നൽകിയിരിക്കുന്നത്. സുരേഷ് സാർ, പ്രധാനമായിട്ടും ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ S&P 500 നാസ്ഡാക്കും ഒക്കെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും പുതിയ പ്രഖ്യാപനങ്ങൾ, അതായത് കാനഡയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കാനഡയ്ക്ക് ജൂലൈ 21 വരെ ഒരു ഡെഡ് ലൈൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് 35%, മുൻപ് 25% വരെ നൽകിയത് അവിടെ നിന്നൊരു 35% താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് പുതിയ പ്രഖ്യാപനം എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 വരെയാണ് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. റഷ്യയുടെ മേലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൺഡേയിലേക്ക് എത്തുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ട് ഉടൻ തന്നെ യൂറോപ്യൻ യൂണിയനും ഒരു ലെറ്റർ അയക്കുമെന്നാണ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ വളരെ സംഭവബഹുലമായ ഒരു ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് സാർ മറ്റ് ഡീറ്റെയിൽസ്? അനില, മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഇഫ് യു ലുക്ക് അറ്റ് US മാർക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്സും ഗ്ലോബൽ മാർക്കറ്റ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റുകളൊക്കെ സീംസ് ടു ബി അൺഫേസ്ഡ് ബൈ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു പ്രാധാന്യമൊന്നും ഗ്ലോബൽ മാർക്കറ്റോ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റോ തരുന്നില്ല എന്നുള്ള ഒരു പരിധി വരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഹെഡ്ലൈൻ നിഫ്റ്റി ലെവൽസിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് ഇവിടെ ടാരിഫിൻ്റെ കാണുന്നില്ല. ബട്ട് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസം അഡ്വൈസ് ചെയ്തിരുന്നു നിഫ്റ്റി ലെവൽ, അല്ലേ? മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല, ഒരു സ്ട്രെങ്ത് കിട്ടുന്നില്ല, എന്നാൽ ഒരു ടൈറ്റ് റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് കാണുന്നത്. ഒരു വശത്തുകൂടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവ്സ് ആയ ഈ പറയുന്ന FMCGയും ഫാർമയും കയറുന്നതും ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ശരിക്കും എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമ്മൾ എപ്പോഴും തന്നെ കോഷ്യസ് ഓപ്റ്റിമിസം പറഞ്ഞത് മാർക്കറ്റിൽ പെസിമിസ്റ്റിക് അല്ല, നെഗറ്റീവും അല്ല, ബെയറിഷും അല്ല, എന്നാൽ തന്നെയും നമ്മൾ പറയുന്നുണ്ട് ഏതാണ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമം ടു ഓവർ വാല്യുവേഷൻ ലെവലിലാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, അതായത് നിങ്ങൾ സെല്ല് ചെയ്ത് മാറണം എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക, എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെയും മിനിങ്ങാൻ നോക്കി ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ലെവൽസിൽ വലുതായിട്ടൊന്നും മാർക്കറ്റ് ചെയ്തിരുന്നില്ലെങ്കിലും ഇൻഡിവിജ്വൽ ലെവൽസിൽ ശരിക്കും പറഞ്ഞാൽ പല സ്റ്റോക്കിനും എസ്പെഷ്യലി മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ ഏർണിങ്സ് അനുസരിച്ചും നല്ലൊരു രീതിയിലെ മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു സ്മാർട്ട് മാർക്കറ്റാണ്. നമ്മൾ പൊതുവെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിഫ്റ്റി മൂവ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നിഫ്റ്റി ഡൗൺ ആകുമ്പോൾ ഏതാണ്ട് മാർക്കറ്റ് നെഗറ്റീവ് ആണെന്ന് പറയണമെങ്കിലും നമ്മൾ ഇന്റേണലി കുറച്ചുകൂടി മൈക്രോ ലെവലിൽ നമ്മൾ പരിശോധിക്കാണ്ടത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പം കറക്റ്റായിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. ആ എക്സസീവ്നെസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് പോയി. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോവുക അല്ലെങ്കിൽ താഴേക്ക് പോവുക എന്നുള്ള പ്രക്രിയയിൽ നിന്ന് മാറി കുറച്ചുകൂടെ മെച്ചുവറായിട്ട് സ്റ്റോക്സിന്റെ മെറിറ്റിലാണ് റീ റേറ്റിംഗ് നടക്കുന്നത് എന്നുള്ളത് നല്ല കാര്യം. അത് അവിടെ പറഞ്ഞു നിൽക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അനില പറഞ്ഞത് ശരിയാണ്. ടാരിഫിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകത എന്നറിയോ? നമ്മൾ ഈ ടാരിഫ് ഇപ്പോൾ ഏതാണ്ട് April 2 മുതൽ ടാരിഫിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ ഒരു ഉദ്ദേശം പോകുന്നതിനുള്ളതിനെ കുറിച്ച് ഒരു റോഡ് മാപ്പോ ഐഡിയോ നമുക്ക് കിട്ടിയിരുന്നു എന്നുള്ള. നമ്മൾ ഏതായാലും കാര്യങ്ങളൊക്കെ നന്നായി വരുന്നു, ഓരോരുത്തരായിട്ട് സൈൻ ചെയ്യുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഏതാണ്ട് നമ്മൾ ചൈനയായിട്ട് ഒരു ട്രേഡ് ഡീലിൻ്റെ ടേംസ് എഗ്രി ചെയ്യുന്നു, സൈൻ ചെയ്തില്ലെങ്കിൽ പോലും എഗ്രി ചെയ്യുന്നു എന്നുള്ള കാര്യം. വിയറ്റ്നാമായിട്ട് ഡീൽ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ള നല്ല കാര്യം. UK ആയിട്ട് ഡീൽ സ്ട്രൈക്ക് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു കോപ്പി ബുക്ക് സ്റ്റൈലിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. ബട്ട് നമ്മൾ ലാസ്റ്റ് 3 ദിവസം പ്രത്യേകിച്ച് ഈ ആഴ്ച കണ്ട ട്രംപ് വ്യത്യസ്തനായിട്ടുള്ളൊരു കാര്യം. അതായത് അദ്ദേഹം ഇത്രയും നാൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് ടാരിഫിന് അദ്ദേഹം മാനദണ്ഡമാക്കിയിരുന്നത് ഈ ട്രേഡ് ഡെഫിസിറ്റ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് US-മേലുള്ള ട്രേഡ് സർപ്ലസ് ആയിരുന്നു അവരുടെ മാനദണ്ഡം. അതുപോലെ നോൺ ടാരിഫ് മെഷേഴ്സും ഒക്കെ ആയിരുന്നു അദ്ദേഹം സംസാരിച്ചെങ്കിൽ ഈ ആഴ്ച കാണുന്ന ട്രംപിനെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടി
പൊളിറ്റിക്കലായിട്ടും കുറച്ച് പേഴ്സണൽ ഗ്രഡ്ജുകളും കാണിക്കുന്ന ഒരു ട്രംപിനായിട്ടാണ് നമ്മൾ കാണുന്നതെന്നുള്ള. ഒന്നാമത്തെ കാര്യം, ഈ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്നലെ 50% വച്ച് തന്നെ ഞാൻ സർപ്രൈസ്. കാര്യം വെച്ചാൽ ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീലിനാണ് ട്രേഡ് ഡെഫിസിറ്റ്. എഗെയിൻസ്റ്റ് ബ്രസീൽ ഇൻഫാക്ട് US ഈസ് ഹാവിംഗ് എ ട്രേഡ് സർപ്ലസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ രാജ്യങ്ങൾക്ക് സ്വിറ്റ്സർലൻഡും ബ്രസീലും ഒക്കെ ഈ പറഞ്ഞ പോലെ ട്രേഡായിട്ട് എന്താ പറയുക, US-ന് അവർക്ക് മേൽ ട്രേഡ് സർപ്ലസ് ആണുള്ളത്. അങ്ങനത്തെ രാജ്യങ്ങൾക്ക് ഒരു ബേസ് ലൈൻ 10% മാത്രമേ വെച്ചിരുന്നുള്ളൂ. ഇന്നലെ പൊടുന്നതിനെ 50% ആക്കി കൂട്ടി. അതിന് ബ്രിക്സ് ഒരു കാരണമാക്കി പറഞ്ഞു. അല്ലെങ്കിൽ അവിടുത്തെ കോർട്ട് എന്താ ഈ ഡിജിറ്റൽ കമ്പനീസിന്, US-ലായ ഡിജിറ്റൽ കമ്പനീസായ എക്സ്, ഫേസ്ബുക്കിനൊക്കെ എന്തോ ഒരു പീനലൈസേഷൻ ചാർജ്, ഫൈൻ അടിച്ചു എന്നുള്ള കാരണമൊക്കെ പറഞ്ഞാണ് അത് ചെയ്തതെന്നുള്ളത്. ഇപ്പം ഇന്ന് വന്നേക്കുന്നു കാനഡ എന്ന് പറഞ്ഞാൽ അവരെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ആഫ്റ്റർ മെക്സിക്കോ. അവർക്ക് 35% ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള. 35% ടാരിഫ് അടിച്ചു കൊടുത്തിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫെൻറ്റാനിലിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന് അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് വേണമെങ്കിൽ റീലുക്ക് ചെയ്യാമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ദർ ഈസ് എൻ ഓപ്പൺ വിൻഡോ ഫോർ നെഗോസിയേഷൻ. ബട്ട് ഈവൻ ദെൻ ഇത് ഇമോഷൻസ് അനുസരിച്ച് ഒരു മൂഡ് സ്വിങ്സിന് അത് ചെയ്യാന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു മെച്യൂർ പൊളിറ്റിക്സിൻ്റെ ഒരു രീതിയല്ല. ബട്ട് ട്രംപ് ഈസ് ഓൾവേസ് നോൺ ഫോർ ദാറ്റ് ഈസ് ദ മാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്നുള്ള. ഇത് കൂടാതെ തന്നെ അദ്ദേഹം ഏതാണ്ട് 20-ൽ പരം കൺട്രികൾക്ക് ലെറ്റർ അയച്ചു. അതായത് August 1 എന്ന് പറയുന്ന ഡെഡ് ലൈനാണ്. ഇതിൽ കൂടുതലും തരില്ല എന്നുള്ള രീതിയിൽ, സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തരില്ല എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല അടുത്ത കാലത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 50% ഡ്യൂട്ടി ഓൺ കോപ്പർ. അത് പോരാതെ തന്നെ ഈ അമേരിക്കയിലെ ചില സെനറ്റിലെ ചില ആൾക്കാരൊക്കെ ഈ യുക്രൈന് വേണ്ടിയിട്ട് വാദിക്കുന്നവരുണ്ട്. അവരൊക്കെ പറയുന്നത് വെച്ചാൽ ചില കൺട്രികൾ ഇപ്പോഴും റഷ്യയെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? റഷ്യയിൽ നിന്ന് എനർജിയും ഓയിലും മേടിച്ചിട്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് 500% ടാരിഫ് വയ്ക്കണം എന്നുള്ള ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി ചൈനയും ഇന്ത്യയും ഉദ്ദേശിച്ചാണ് ചില സെനറ്റേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസ് പീപ്പിളും ഒക്കെ അതിനുവേണ്ടി ബാറ്റ് ചെയ്യുന്നത്. ഇന്നലെ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നത് ട്രംപ് ഭയങ്കരമായിട്ട് അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, ബ്രിക്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ടാരിഫ് വയ്ക്കും. അതായത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ ആയിട്ടാണ്. അതായത് ഈ മാൻ ഹീ ഈസ് ഗോയിങ് ഓവർബോർഡ്, അതാണ് അതിൻ്റെ ഒറ്റ വാക്കെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും പറയാനായിട്ടില്ല എന്നുള്ള. പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹം പറയേണ്ട ഇനിയുള്ള രാജ്യങ്ങൾക്ക് മിക്കവാറും ഒരു ടാരിഫ് വരുന്നത് 15 to 20% ഇടയിലായിരിക്കും. ഒരു ബ്ലാങ്കറ്റ് ടാരിഫ്. ഇത്രയും നാളായിട്ട് യൂണിവേഴ്സൽ ടാരിഫ് നിന്നത് 10%. അത് കൂട്ടുകയാണോ അല്ലേന്നൊന്നും നമുക്കറിയില്ല. ഇത് കൂടാതെ തന്നെ സെക്ടോറൽ ഇൻഡിസസ് വേറെ, സെക്ടോറൽ ടാരിഫ്സ് വേറെ ഉണ്ടെന്നുള്ളത്. അതായത് കോപ്പർ, സ്റ്റീൽ, അലൂമിനിയം ഒക്കെ വേറെ 50% വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ട്രംപ് പറയുന്നത് വെച്ചാൽ, അനില പറഞ്ഞത് ശരിയാണ്, ഐ ആം ഗോയിങ് ടു മേക്ക് എ സീരിയസ് സ്റ്റേറ്റ്മെന്റ് ഓൺ റഷ്യ ഓൺ മൺഡേ എന്നുള്ളത്. അത് എന്താണെന്നറിയില്ല. കാര്യം ഇത്രയും നാൾ നമ്മളും സർപ്രൈസ്ഡ് ആയിരുന്നു. ബാക്കി എല്ലാ രാജ്യങ്ങളെടുത്തും വെച്ചപ്പോൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ചൈനയും റഷ്യയും എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് മുതൽ സിനിമ കാണുമ്പോഴേ US-ന്റെ ശത്രു എന്നും റഷ്യയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. റഷ്യക്കെതിരെ ഒന്നും വച്ചിട്ടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള. ഇപ്പോൾ അതേ മൺഡേ റഷ്യക്കെതിരെ എന്തോ പറയാൻ പോകുന്നു എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. ലെറ്റ് ഗുഡ് സെൻസ് പ്രിവെയിൽ എന്നല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടഫ് വീക്കെൻഡ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ് മൺഡേ വരുമ്പോൾ നടക്കണമെന്നും നമുക്കറിയില്ല. ഏതായാലും US മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ S&P 500 നോക്കുകയാണെങ്കിൽ ചെറിയൊരു മൈൽഡ് ഗെയിൻ ഉണ്ടായിരുന്നു. +0.27% അപ്പായിരുന്നു. ഡൗ ജോൺസ് 0.43% അപ്പായിരുന്നു. നാസ്ഡാക്ക് 0.09% അപ്പായിരുന്നു എന്നുള്ള. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മൈൽഡ്ലി ഡൗൺ ആണ്. കാര്യം ഈ ന്യൂസൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. ഇനി ഒരു ഫ്യൂച്ചേഴ്സിന് ഒരു ചെറിയൊരു നെഗറ്റീവ് ബൈസ് കാണിക്കുന്നു. ഡോളർ ഇൻഡെക്സ് 98 ലെവലിൽ തന്നെയാണ്. ക്രൂഡ് ഏതാണ്ട് 68.9 69 ഏതാണ്ട് സെറ്റിൽ ചെയ്യുന്നതായിട്ടാണ് കാണേണ്ട പെർ ബാരൽ റേറ്റ് ആണ് ഈ പറഞ്ഞത്. പിന്നെ മാർക്കറ്റ് ലാർജ്ലി സീംസ് ടു ബി അൺഫേസ്ഡ്. അതായത് ഗ്ലോബൽ മാർക്കറ്റും ബാക്കിയുള്ള ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിലും ശരി, ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ക്രൂഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ടാരിഫിൻ്റെ വലിയ ഇമ്പാക്റ്റ് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള. പിന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റ് ഹൗസും ജെറോം പവലുമായിട്ടുള്ള വഴക്കുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യം. അതായത് ഇപ്പോൾ വൈറ്റ് ഹൗസ് അക്യൂസ് ചെയ്യുന്നതെന്നറിയോ ജെറോം പവലിന് എഗെയിൻസ്റ്റ്, അതായത് ഫെഡ് റിസർവ് ഭയങ്കരമായിട്ട് അദ്ദേഹം മിസ്മാനേജ് ചെയ്തു എന്നാണ്. അത് അവർ പറയുന്നത് വെച്ചാൽ US കോൺഗ്രസിനെ മിസ്ലീഡ് ചെയ്തു ജെറോം പവൽ. എന്തിനാണെന്നറിയോ? അതായത് ഈ ഫെഡറൽ റിസർവ് ബിൽഡിംഗ് റെനോവേറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് ഒരു മിസ്ലീഡിങ് ഫിഗേഴ്സാണ് US കോൺഗ്രസിന് ജെറോം പവൽ കൊടുത്തതെന്നുള്ളൊരു വലിയൊരു അക്യൂസേഷൻ. അതായത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പുറകെ അങ്ങ് തൂങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ് അതിനകത്തുള്ള വാസം. ബട്ട് ദാറ്റ് ഇസ് ദെയർ ഇന്റേണൽ ഇഷ്യൂ. നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 25,616
239 അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ഡൗൺവേർഡ് സപ്പോർട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഡൗൺവേർഡ് സപ്പോർട്ട് ഇങ്ങനത്തെ മാർക്കറ്റിലൊക്കെ നോക്കുന്നത് 20-day മൂവിങ് ആവറേജ് ആണ്. ഞാൻ നോക്കിയിട്ട് അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. അത് ഏതാണ്ട് 25,244 ആണ്. അവിടെ വന്ന് തിരിയോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടതെന്നുള്ളത്. നമ്മൾ മാർക്കറ്റിൽ കോഷ്യസ് ഓപ്റ്റിമിസം അഡ്വൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആൻഡ് യു റൈറ്റ്ലി സെറ്റ് TCSന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കൂടുതലും നമ്മളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്, ഇന്നലെ US മാർക്കറ്റ് അപ്പായിരുന്നല്ലോ, അപ്പോൾ ടാരിഫ് ഒന്നും ആയിരിക്കില്ല. നമ്മളെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ ന്യൂസ് ആയിരിക്കും. ഓഫ് കോഴ്സ്, അതായത് അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഫാർമ ഇൻഡെക്സ്, നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് നന്നായിട്ട് കാര്യം ഗ്ലെൻമാർക്ക് ഫാർമയിൽ നല്ലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കയറി. നിഫ്റ്റി IT ഇൻഡെക്സ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, ടോട്ടൽ നിഫ്റ്റിയും ഡൗൺ ആയിരിക്കാം. കാര്യം TCSന്റെ റിസൾട്ട് ഈ പറഞ്ഞ പോലെ മോശമായിരുന്നു എന്നുള്ളതാണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് വേഴ്സ് ദാൻ എക്സ്പെക്റ്റഡ്. അതായത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് ഏതാണ്ട് അവരുടെ റവന്യൂ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ അവരുടെ റവന്യൂ -1.4% ഡൗൺ ആവുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് -3.3%. ചെറിയ 2% ഒക്കെ ആണെങ്കിൽ പോലും ഇതേപോലത്തെ ലാർജ് കമ്പനിക്ക് ഈ ചെറിയ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും വലിയൊരു ഡിഫറൻസ് ആണ് റവന്യൂവിൽ വരുന്നത്, വലിയൊരു ഇമ്പാക്റ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഗൈഡൻസും കൂടെ ആയിരുന്നു എന്നുള്ള, അതായത് നല്ല രീതിയിൽ എന്താ ഈ പല പ്രോജക്ട്സും ഡിലേഡ് ആവുന്നു എന്നൊക്കെ. അപ്പോൾ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ റവന്യൂ ഡൗൺ ആണ്. മാനേജ്മെന്റ് ഗൈഡൻസും വളരെ എൻകറേജിങ് അല്ല എന്നുള്ളതും പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ മാർജിൻസ് ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ട്, അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. നമ്മളും ഇന്നലെ പറഞ്ഞിരുന്നു മാർജിൻസ് ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ സ്റ്റോക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെ IT ഇൻഡെക്സിനെ അഫക്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു കാര്യം എനിക്ക് ചേർത്ത് വെച്ച് വായിക്കണം. അതായത് ശരിക്കും പറഞ്ഞാലേ ഒറ്റ വാക്കി പറയണമെങ്കിൽ TCSന്റെ റിസൾട്ട് വേഴ്സ് ആയിരുന്നു. ബട്ട് പല പത്രങ്ങളും പല മീഡിയകളുടെയും ഹെഡ്ലൈൻസ് വായിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ, നമ്മളിത് നമ്മുടെ അറിവിന് വേണ്ടി പറയണം, സാധാരണക്കാരുടെ അറിവിന് വേണ്ടി പറയണം, പലരും വായിക്കുമ്പോൾ കാണുന്ന നെറ്റ് പ്രോഫിറ്റ് സൂം 6%. എന്നിട്ട് എന്തിനാണ് എല്ലാവരും നെഗറ്റീവ് പറയണേ എന്ന് ആലോചിക്കുക. അതായത് പല മീഡിയകളും പല പേപ്പറുകളും പല ചാനലുകളും പല വാട്സപ്പ് മെസ്സേജസും നോക്കുമ്പോൾ TCSന്റെ പ്രോഫിറ്റ് അപ്പായതായിട്ട് കാണിക്കും. എന്നാൽ പൊതുവെ എല്ലാവരും പറയുന്നത് റിസൾട്ട് വളരെ വേഴ്സ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ഇതേപോലെ TCS പോലെയുള്ള കമ്പനിക്ക് ഗ്ലോബൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ചിലാണ് അവരുടെ റവന്യൂ വരുന്നത്. അതായത് US ഡോളേഴ്സിൽ വരും, ബ്രിട്ടീഷ് സ്റ്റെർലിംഗ് പൗണ്ട്സിൽ വരും, യൂറോപ്യൻ യൂണിയൻ്റെ യൂറോയിൽ വരും, അങ്ങനെ ഒരുപാട് കറൻസി, ജാപ്പനീസ് യെന്നിൽ വരും. ഇങ്ങനത്തെയൊക്കെ മേജർ കറൻസീസ് എന്നാണ് ഇവർക്ക് റവന്യൂ വരുന്നത്. അപ്പോൾ ഒരുപാട് കറൻസി വരും. അപ്പോൾ ഈ എല്ലാ കറൻസിയും വെച്ചിട്ട് നമ്മളൊരു ഡോളർ ടേംസിലാണ് നമ്മളിത് പറയുന്നതെങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ ആ റിസൾട്ടിലുണ്ടാവും. അപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ എഫക്റ്റ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് കറൻസി, അതായത് ദി ഇമ്പാക്ട് ഓഫ് ദീസ് എക്സ്ചേഞ്ച് റേറ്റ്സ് ഓൺ ഈ പറയുന്ന പോലെ കറൻസീസ് എടുത്ത് മാറ്റി അതിനെ ഒരു ബെയർ മിനിമം ആയിട്ട്, അതായത് കമ്പനിയുടെ കോർ ബിസിനസ് ഗ്രോത്ത് എന്താണെന്ന് സിമ്പിൾ ടേംസിൽ പറയണതാണ് ഈ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ US ഡോളേഴ്സിന്റെ ഇമ്പാക്റ്റ് ഇല്ല, യൂറോന്റെ ഇമ്പാക്റ്റ് ഇല്ല, ബ്രിട്ടീഷ് പൗണ്ട്സിൻ്റെ ഇമ്പാക്റ്റ് ഇല്ല, ഒന്നുമില്ലാതെ. അതായത് കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേ സമയത്ത് എത്രയാണ് റിസൾട്ട് വന്നത് അത് ബേസ് ആക്കി വെച്ചിട്ട് കോൺസ്റ്റന്റ്, അങ്ങനെ ഒരു കറൻസി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എത്രയാണ് റിസൾട്ട് എന്നുള്ളതാണ് കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ വരെ. ആ കോൺസ്റ്റന്റ് കറൻസി ടേംസിലാണ് നമ്മൾ ഈ നോക്കുമ്പോൾ 3.3% ഡൗൺ ആയിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ 1.1% ആണ്. അപ്പോൾ നിങ്ങൾ പല ഹെഡ്ലൈൻസും വായിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ന്യൂസ് കാണും, ഈ പറയുന്ന പോലെ 6% അപ്പാണെന്നും റിസൾട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നും ഒക്കെ. അതൊക്കെ ഏതെന്ന് വെച്ചാൽ അത് ഈ ഫ്ലക്ച്വേഷൻസ് കൺസിഡർ ചെയ്യാതെ പറയുന്നതാണ്, പ്രോഫിറ്റ് എന്നൊരു മെട്രിക്സ് മാത്രം കണ്ടുകൊണ്ട് നോക്കണം. അപ്പം നമ്മൾ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാണേണ്ടത് അതിനെ ഇതേപോലെയുള്ള ഗ്ലോബൽ കമ്പനീസ്, മേജർ റവന്യൂസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള കറൻസീസും കിട്ടുന്ന കമ്പനീസ്, അത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ IT കമ്പനീസും പിന്നെ ഒരു പരിധി വരെ ഫാർമ കമ്പനീസും ഒക്കെയാണ് അങ്ങനത്തെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ കണ്ടാൽ മാത്രമേ കോർ ബിസിനസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പറയാനുള്ളതെന്നുള്ള. ബാക്കിയുള്ളത് അനില എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സർ, അടുത്തായിട്ട് നമുക്കിന്നിപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒരു പക്ഷേ നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സി എൻ്റർടൈൻമെൻറ്റ് പ്രൊമോട്ടേഴ്സ്, അതായത് അവരുടെ മാനേജ്മെൻറ്റ് അവരുടെ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് വീണ്ടും അതിൻ്റെ ഒരു റിവൈവൽ ഭാഗമായിട്ട് പ്രൊമോട്ടറിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാനായിട്ടൊരു വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു എപ്പിസോഡും അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഇന്നലെ വന്ന ഒരു അപ്ഡേഷൻ അനുസരിച്ച് പറയുമ്പോഴേക്കും ആ ഒരു ഷെയർ ഹോൾഡ് മീറ്റിങ്ങിൽ ഈ ഒരു അനുമതിക്ക്, ഈ ഒരു വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെജോറിറ്റി നേടാനായിട്ട് പ്രൊമോട്ടേഴ്സിന്
ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു വളരെ നിർണായകമായ നടപടിയിലേക്ക് നീക്കുമ്പോഴേക്കും 75% ഒരു ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു വോട്ടിംഗ് വേണമെന്ന് തോന്നുന്നു. പക്ഷേ നിലവിൽ ഓൾമോസ്റ്റ് ഒരു 60% അടുത്ത് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. സോ സി എൻ്റർടൈൻമെൻറ്റ് ഈ ഒരു അതായത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടൊരു നടപടിയായിരുന്നു. പക്ഷേ അതിനൊരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അത്ര പോസിറ്റീവായിട്ടല്ല സ്വീകരിച്ചതെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കുകയായിരുന്നു. ഏതാണ്ട് 137 റുപ്പീസാണ്, 3.5% ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞാൽ അനില, ഈ നടന്ന ന്യൂസ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വളരെ പോസിറ്റീവ് ന്യൂസ്. ഈ പുനീത് ഗോയങ്ക എന്ന് പറഞ്ഞാൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രൊമോട്ടറാണെന്നാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഇനി മാറുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. എൻ്റെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ക്ഷമിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമ്മൾ തന്നെ ഇത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ നമ്മൾ പലതും കവർ ചെയ്തിരുന്നു. നമ്മൾ രണ്ട് വശങ്ങളും ഈ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിന്റെ പ്ലസും പറഞ്ഞിരുന്നു, മൈനസും പറഞ്ഞിരുന്നു. നല്ല ബിസിനസ്സാണ്, ഒരു സെക്ടറൽ ലീഡറാണ്. എന്നാൽ അതിന്റെ ഏറ്റവും നെഗറ്റീവ് അതിന്റെ പ്രൊമോട്ടർ ഫാമിലിയായ സുഭാഷ് ചന്ദ്രയുടെ മകനായ പുനീത് ഗോയങ്ക തന്നെയായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ഒരു പബ്ലിക് ഷെയർ ഹോൾഡിംഗ്, നമ്മളെപ്പോലത്തെ സാധാരണ മൈനോറിറ്റി പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വോട്ടിംഗ്. ശരിക്കും എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് 2024 നവംബർ 2024 ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം അത്രയും നാൾ വരെ, അതായത് നവംബർ 2024 വരെ ഇദ്ദേഹം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിൽക്കാൻ നേരത്ത് ഇദ്ദേഹം വലിയൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു. അതായത് ഒന്നാമതേ കോർപ്പറേറ്റ് ഗവേണൻസിൽ വലിയ പേര് കേട്ട ഫാമിലിയൊന്നുമല്ല. ഇവരൊരു പ്രപ്പോസൽ കൊണ്ടുവന്ന് നമ്മുടെ സോണിയായിട്ട് ഇവരൊരു മെർജറിലേക്ക് പോകുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചർ റെഡി ആവാൻ വേണ്ടിയിട്ട് അവരുടെ ഈ സിയുടെ ഒരു വെർട്ടിക്കലായ ZEE5, നിങ്ങൾക്ക് ഒരു ജിയോന്റെ കണക്ഷനോ അല്ലെങ്കിൽ എയർടെലിന്റെ ഒക്കെ ഡിജിറ്റൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് കാണാം ഒരു ആപ്പ് ഉണ്ട് ZEE5 എന്ന് പറഞ്ഞാൽ. അതായത് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലെയോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെയോ സോണി ലൈവ് പോലെയോ ZEE5 എന്നുണ്ട്. ഈ ZEE5ലേക്ക് ഒരുപാട് കാശൊക്കെ ഇട്ട് അനാവശ്യമായിട്ട് ഒരുപാട് അതിൽ എക്സ്പാൻഷൻ വരുത്തി കമ്പനിയെ ശരിക്കും പറഞ്ഞാൽ താറുമാറാക്കി. അപ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാരണം എന്ന് വെച്ചാൽ, മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു അന്ന് പുനീത് ഗോയങ്ക പറഞ്ഞു വെച്ചാൽ, നമ്മൾ സോണി ലൈവായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെർജർ പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന് ആർക്കും അതിനകത്ത് ഇഷ്ടപ്പെട്ടില്ല. അതായത് ആർക്കും അതിനകത്ത് ഇദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നവംബർ 2024 ഷെയർ ഹോൾഡേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹം ഒരു എന്താ പറയുക ഡയറക്ടർ, അതായത് ഈ സിയും സോണിയും തമ്മിലുള്ള ഇഷ്യൂ വന്നല്ലേ, അതിൻ്റെ അവരുടെ മെർജർ നടക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങർക്കെതിരെ ഭയങ്കരമായിട്ട് പുനീത് ഗോയങ്കയ്ക്കെതിരെ ഭയങ്കര അലഗേഷൻസും സെബി അലഗേഷൻസും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഹി റിസൈൻഡ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് തിരിച്ച് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നവംബർ 2024 ഷെയർ ഹോൾഡേഴ്സിന്റെ മുമ്പിൽ ഈ പ്രൊപ്പോസൽ വെച്ചു. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് അതിനെ റിജക്ട് ചെയ്തു. അതായത് ഡയറക്ടർ ബോർഡിലേക്ക് അദ്ദേഹം വരണ്ട, CEO ആയിട്ട് മാത്രം നിന്നാൽ മതി എന്നൊരു ഡിസിഷൻ നവംബറിൽ സംഭവിച്ചു എന്നുള്ള. അത് കഴിഞ്ഞിട്ട് എന്താ പറയണമെന്ന് വെച്ചാൽ ഏതാണ്ട് 12th May, അതായത് 12th May 2025, എനിക്ക് തോന്നുന്നു May 2025 തോന്നുന്നു, നമ്മുടെ ഈ ടാരിഫിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ വന്നല്ലോ. അപ്പോൾ സ്റ്റോക്ക് പ്രൈസസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹാമർ ചെയ്തല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ. ആ സമയത്ത് സിയുടെ സ്റ്റോക്കും ഭയങ്കരമായിട്ട് താഴേക്ക് പോയി. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അതായത് ഭാര്യ മകനും കൂടെ ചേർന്ന് മരുന്നിന് ചെറിയൊരു 0.29% സ്റ്റേക്ക്, അതായത് 27 കോടി ചെലവാക്കി ചെറിയൊരു സ്റ്റേക്ക് പർച്ചേസ് അവരുടെ ഫാമിലി ചെയ്തിട്ടുണ്ട്. അതായത് അതോടുകൂടി ഇവരുടെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ്, അതായത് പുനീത് ഗോയങ്ക ആൻഡ് ഫാമിലി ഷെയർ ഹോൾഡിംഗ് 3.99% 4.28% ആയിട്ട് കൂട്ടി. എനിക്ക് തോന്നുന്നു 110 രൂപ 115 രൂപയുടെ ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഇദ്ദേഹം മേടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം ഭയങ്കര വലിയ ഡയലോഗ്സ് ആയിരുന്നു. അതായത് നമ്മൾ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യണം, കമ്പനി വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ല. അതായത് ഒരു നല്ലവനായ ഉണ്ണിയാവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരുന്നു പുനീത് ഗോയങ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിനെ ഫോളോ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് വന്നപ്പോഴാണ് നമ്മളൊന്ന് കോഷ്യസ് ആവാൻ പറഞ്ഞു. കാര്യം ഇടയ്ക്ക് സ്റ്റോക്ക് ഈ ടാരിഫിൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്ന് 89-90 ഒക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ നെഗറ്റീവ്സും ആ പ്രൈസിൽ, അന്നത്തെ പ്രൈസിൽ ബിൽറ്റിനാണ് എല്ലാ നെഗറ്റീവ്സ് എന്നും പറഞ്ഞിരുന്നു. അവിടെ വെച്ച് സ്റ്റോക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കോഷ്യസ് ആയത് എപ്പോഴെന്ന് വെച്ചാൽ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു June 16, 2025 ഇദ്ദേഹം ഒരു ബോർഡിൻ്റെ ഒരു അപ്രൂവൽ എടുത്തു. അതായത് സിയുടെ ബോർഡിൻ്റെ അപ്രൂവൽ എടുത്തു. എന്താണെന്നറിയോ, ഏതാണ്ട് വാറൻറ്റുകൾ 16.95 crore വാറൻറ്റ് ഇഷ്യൂ ആണ്. അതായത് ഫുള്ളി കൺവെർട്ടബിൾ പ്രിഫറൻഷ്യൽ വാറൻറ്റ്സ് പ്രൊമോട്ടേഴ്സിന് മാത്രം ഇഷ്യൂ ചെയ്യുന്നു. അതായത് ഏതാണ്ട് 132 രൂപ. വാറൻറ്റ് എന്ന് പറയുന്നത് ഒരു കൂപ്പണാണ്. വാറൻറ്റ് എന്ന് പറഞ്ഞ കൂപ്പൺ എന്ന് വെച്ചാൽ, അതായത് നമ്മൾ
ഒരു ഫിക്സഡ് പ്രൈസിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പം നമ്മൾ കൂപ്പൺ കൈവശം വയ്ക്കുന്നു, എന്നിട്ട് ഭാവിയിൽ ഒരു ഫിക്സഡ് പ്രൈസിന്, അതായത് 132 രൂപ, ഇന്ന് ഷെയറിന് 100 രൂപയാണെന്ന് വെക്കുക, ഭാവിയിൽ 132-ന് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു ആ കൂപ്പണിനെ. അതിനെയാണ് നമ്മൾ വാറന്റ് എന്ന് പറയുന്നത്. പിന്നെ വാറന്റിന്റെ പ്രത്യേകത അറിയോ, ഈ 132 രൂപ ആണല്ലോ ഫിക്സ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് ടോട്ടലായിട്ട് വരുന്ന എമൗണ്ടിന്റെ ചെറിയ ഒരു ശതമാനം മാത്രം അടച്ചാൽ മതി എന്നുള്ള. അതായത് എനിക്ക് തോന്നുന്നു 1678 കോടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൺവേർഷന് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടത്. അതായത് ഷെയർ ഫുള്ളി കൺവേർട്ട് ചെയ്യുമ്പോൾ കൊടുക്കണ്ടേ, അതിന്റെ 25% മാത്രം ഇപ്പോൾ കൊടുത്താൽ മതി. അതായത് പെർ ഷെയറിന് 33 രൂപ അല്ലെങ്കിൽ 550 കോടി രൂപ ഇപ്പൊ കൊടുത്താൽ മതി. എന്നിട്ട് എപ്പോഴാണോ നമ്മളിത് ഫുള്ളി കൺവേർട്ട് ചെയ്യണേ അപ്പം മാത്രം ബാക്കി കൊടുത്താൽ മതി. അത് 18 മാസം കഴിഞ്ഞിട്ട്, 18 മാസം കഴിഞ്ഞിട്ട് ഷെയർ പ്രൈസ് ഇവർക്ക് ഫേവറബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. എപ്പോഴാണോ, അതായത് ഇവർക്ക് ടൈമിംഗ് ചെയ്യാം എപ്പോഴാണ് ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താന്ന് വെച്ചാൽ കമ്പനിയുടെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ കൺവേർട്ട് ഇപ്പം അങ്ങനെ ഒരു വാറണ്ട് മേടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവരുടെ ആ ഷെയർ ഹോൾഡിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് 4.28 ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന് 3.99 ആണ്. ഈ വാറണ്ട് നമ്മൾ കൈവശമാക്കുന്നതോടുകൂടി ഏതാണ്ട് ഈ 3.99 നിന്ന് ഇദ്ദേഹത്തിന്റെ ഷെയർ ഹോൾഡിംഗ് കമ്പനിയിൽ 18.39% ആയിട്ട് ഉയരും എന്നുള്ള. അപ്പോൾ ഇദ്ദേഹത്തിന് സ്റ്റേക്കും ഇൻക്രീസ് ചെയ്തു, എന്നാൽ പൈസ ഇപ്പം കൊടുക്കുകയും വേണ്ട, ഏതാണ്ട് 550 കോടി മാത്രം കൊടുത്തിട്ട് സ്റ്റേക്ക് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് പിന്നെ അതങ്ങ് ഭാവിയിലാവുമ്പോൾ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് ഫിക്സ് ചെയ്ത പ്രൈസ് 132 രൂപയാണ്. ആദ്യം തന്നെ 33 രൂപയുടെ വില കൊടുത്താൽ മതി. 1678 കോടിയാണ് ടോട്ടൽ ഡീൽ സൈസ് എങ്കിലും ഇപ്പം 550 കോടി മാത്രം കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു റെസല്യൂഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇദ്ദേഹം പാസ്സാക്കി എടുത്തിട്ടാണ് ഈ പറയുന്ന പോലെ മുന്നോട്ട് പോയത്. അപ്പം നമ്മൾ അന്ന് തന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വോട്ടിംഗ് എനിക്ക് തോന്നുന്നു ജൂലൈ 6 തുടങ്ങി 9 അവസാനിച്ചു. കാര്യം ഇതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ജൂലൈ 10 വെച്ചത്. അപ്പോൾ ആ 10 ഈ റെസല്യൂഷൻ, അതായത് സ്പെഷ്യൽ റെസല്യൂഷൻ എടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിനു മുമ്പ് വിർച്വലി ഇതിന്റെ വോട്ടിംഗ് ഒക്കെ 6 തൊട്ട് 9 വരെ നടന്നു. 10 അതിന്റെ റിസൾട്ട് പുറത്തേക്ക് വരണം എന്നുള്ള. അപ്പം നമ്മൾ ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, ഇത്രയും കാശ് അതെനിക്ക് തോന്നുന്നു 2237 കോടി എങ്ങാണ്ടാണ് മാനേജ്മെന്റ് ഇൻഫ്യൂസ് ചെയ്യാൻ, പ്രൊമോട്ടേഴ്സ് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 2237 കോടി. എന്നിട്ട് പുനീത് ഗോയങ്ക പറഞ്ഞു ഇതിൽ ഞങ്ങളുടെ സ്ട്രേക്ക് 18%. ഞാൻ നേരത്തെ 1600 എന്ന് പറഞ്ഞ പോലെ സംശയമുണ്ട്, തെറ്റാണത്. ശരിക്കും പറഞ്ഞാൽ 2237 കോടിയാണ്. അവർ പറയുന്നത് വെച്ചാൽ മാനേജ്മെന്റിന് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്ന മാത്രമല്ല ഇത്രയും പൈസ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരും. ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. അത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ആയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിലാണ് മാനേജ്മെന്റ് പറഞ്ഞ് മുന്നോട്ട് പോയെന്നല്ല. പക്ഷേ അന്ന് മുതൽ ഈ ന്യൂസ് വന്ന മുതൽ നമ്മളൊരു വാർണിംഗ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരുന്നു. കാര്യം അതിനകത്ത് 2-3 കാര്യങ്ങളായിരുന്നു ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് ഓൾറെഡി തന്നെ ബാലൻസ് ഷീറ്റിൽ 2400 കോടിയുണ്ട് ക്യാഷ് ആൻഡ് ക്യാഷ് എക്വിവലൻസ്. ആ 2400 കോടി വെച്ചിട്ട് കമ്പനിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് തന്നെ 10-12,000 കോടിയേ മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് ഈ അഡീഷണൽ ആയിട്ട് 2200? അപ്പോൾ പൈസ വരാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് മുന്നോട്ട് വെച്ചതെന്നുള്ളൊരു സംശയം നമുക്ക് തോന്നിയിരുന്നു എന്നുള്ള. രണ്ടാമത് ഈ പുനീത് ഗോയങ്കയെ കുറിച്ച് എനിക്ക് നല്ല മാർക്കറ്റിനും വലിയ നല്ല അഭിപ്രായമില്ല. ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള അപ്രൈറ്റ് ആയിട്ടുള്ള പേഴ്സണല്ല, കോർപ്പറേറ്റ് ഗവർണൻസ് കാര്യത്തിൽ വളരെ മോശമാണെന്നുള്ളതാണ്. പിന്നെ ഈ പറയണതുപോലെ വാറണ്ട്, അതായത് പ്രിഫറൻഷ്യൽ വാറണ്ട് ആണ്. പ്രിഫറൻഷ്യൽ വാറണ്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നത്. ഈ കേസിലാണെങ്കിൽ പ്രൊമോട്ടർക്ക് മാത്രം വാറണ്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ്. അതായത് ഈ ഒരു എക്സസൈസ് കൊണ്ട് പ്രൊമോട്ടറിനും പ്രൊമോട്ടർ ഫാമിലിക്കും മാത്രമേ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അന്നും ആലോചിച്ചു എന്തുകൊണ്ട് റൈറ്റ്സ് ഇഷ്യൂ ചെയ്തുകൂടാ? റൈറ്റ്സ് ഇഷ്യൂ ചെയ്താൽ നമ്മളെ പോലത്തെ പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും അതിനകത്തുള്ള എല്ലാവർക്കും വേണമെങ്കിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാലോ. പക്ഷേ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് സമ്മതിക്കാതെ അദ്ദേഹത്തിന് മാത്രം ചെയ്യാന്നുള്ള രീതിയിലാണ്. അതൊരു ഫെയർ ആയിട്ടുള്ള പരിപാടി അല്ല എന്നുള്ളതാണ്. റൈറ്റ്സ് ഇഷ്യൂ ആയിരുന്നുണ്ടെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും പബ്ലിക്കായ നമുക്കൊക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള. അത് മാത്രമല്ല ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു അൺലോഫുൾ രീതിയിൽ, അതായത് എത്തിക്കലായിട്ടുള്ള രീതിയിലല്ല പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ നോക്കുന്നതെന്നൊരു തോന്നൽ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതോടുകൂടി ഇക്വിറ്റി ഭയങ്കരമായിട്ട് ഡൈല്യൂട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു 15% കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യും. അതായത് ഇക്വിറ്റി ബേസും നമ്പർ ഓഫ് ഷെയർസും ഇൻക്രീസ് ചെയ്യും. ഓഫ് കോഴ്സ് റൈറ്റ്സ് വരുമ്പോൾ ഇതേപോലെ ഇക്വിറ്റി ഡൈല്യൂഷൻ ഉണ്ടാവും. അതായത് നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും. വാറണ്ട് പോലെ തന്നെ, വാറണ്ട് കൺവേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന പോലെ റൈറ്റ്സ് വരുമ്പോഴും നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുമെങ്കിലും
അറ്റ്ലീസ്റ്റ് റൈറ്റ്സിൽ സാധാരണക്കാരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ. ഈ വാറണ്ട് എന്ന് പറയുന്നത് പ്രൊമോട്ടർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വാറണ്ടിനെ പലപ്പോഴും നല്ല ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും. കാര്യം ഇതൊരു ബാക്ക് ആൻഡ് ഡീലാണ്. ഇതൊരു വളരെ റെഗുലേറ്റഡ് ആയിട്ടല്ല, അത് മാത്രമല്ല അത്ര ഓപ്പൺ അല്ല. മാനേജ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഇത് ടൈമിംഗ് ചെയ്യാം, കൺവേർഷനൊക്കെ. അതായത് അവർ ഇഷ്ടമുള്ള സമയത്ത്, അതായത് 18 മാസം കഴിയുമ്പോൾ അവർ നോക്കുകയാണ് ഷെയർ പ്രൈസ് വേണ്ട രീതിയിൽ ഇതിലെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യില്ല. പിന്നെ നല്ല ന്യൂസൊക്കെ കൊണ്ടുവന്ന് ഷെയറിനെ പൊക്കിയതിന് ശേഷം മാത്രമേ ഇവർ കൺവേർട്ട് ചെയ്യുള്ളൂ. അതേസമയം റൈറ്റ്സ് അങ്ങനെയല്ല. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുള്ളി പൈസ കൊടുക്കണം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലേക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് പൈസയും വരികയും ചെയ്യും. ഈ വാറണ്ടിലാണെങ്കിലോ ഈ 18 മാസം കഴിഞ്ഞിട്ട് ഈ പൈസ വരുള്ളൂ. അപ്പോൾ പ്രൊമോട്ടറിന് സ്റ്റേക്കും ഇൻക്രീസ് ആവും, പൈസ ഒട്ട് വരുത്തുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ എന്താ പറയുക കൺസേൺ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്പോട്ട്ലൈറ്റ് പറയുകയും ചെയ്തത് നല്ലത്. അപ്പോൾ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണല്ലോ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഒക്കെ. അത് മാത്രമല്ല ഈ എക്സസൈസ് ഒക്കെ നടത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഈ ബ്രോക്കേഴ്സ്, ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ഇന്റർമീഡിയറി കമ്പനീസ് ഉണ്ട്. അവരുടെ പേരെന്താണെന്നറിയോ? പ്രോക്സി അഡ്വൈസറി ഫേംസ് ആണ്. ഈ പ്രോക്സി അഡ്വൈസറി ഫേംസിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അഡ്വൈസ് ചെയ്യും. വലിയ HNIസിന്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, മ്യൂച്വൽ ഫണ്ട്സിന്, പെൻഷൻ ഫണ്ട്സിന്, ഇൻഷുറൻസ് കമ്പനിക്ക്, FIAക്കൊക്കെ ഇവർ ഇങ്ങനത്തെ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു കമ്പനി ബോണസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് നല്ലതാണോ ഇല്ലേ, സ്പ്ലിറ്റ് നല്ലതാണോ ഇല്ലേ, അല്ലെങ്കിൽ ഒരു മെർജർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യും. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. പിന്നെ ഇതേപോലെ ഈ വോട്ടിംഗ് വരൂലേ, ഈ വോട്ടിംഗ് ഒക്കെ കമ്പനിയിൽ വരുമ്പോൾ, AGMലെ വോട്ടിംഗ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇവർക്ക് അത് പ്രോക്സി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ഫേംസിന് ഫീസ് കൊടുത്തിട്ട് പറയും ഇതൊന്ന് പഠിച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ എന്നുള്ള പറയുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ ആ ബിഗ് കോർപ്പറേറ്റ് ഡിസിഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന, അതിൻ്റെ നീതി ന്യായമൊക്കെ കണ്ടുപിടിച്ച് നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന കമ്പനിയാണ് പ്രോക്സി അഡ്വൈസറി ഫേം എന്ന് പറഞ്ഞത്. അപ്പോൾ 3 പ്രോക്സി അഡ്വൈസറി ഫേംസ് ലൈക്ക് ഇൻഗവേൺഡ് റിസർച്ച് എന്ന് പറഞ്ഞ കമ്പനി, SCS അതായത് സ്റ്റേക്ക് ഹോൾഡർ എൻഡോമെന്റ് സർവീസസ്, ഓക്കെ, IIAS ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അഡ്വൈസറി സർവീസസ് എന്ന് പറയുന്ന 3 പ്രോക്സി അഡ്വൈസറി ഫേംസ് ശരിക്കും പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് റിപ്പോർട്ടും നെഗറ്റീവ് റെക്കമെൻഡേഷനുമാണ്. അതായത് പലരും ഇവരുടെ സപ്പോർട്ട് എടുത്തിരുന്നു, ഇവർ ഇതിന് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പറഞ്ഞ പോലെ അനില പറഞ്ഞത് ശരിയാണ്. കമ്പനി ലോ അനുസരിച്ച് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനാണ് നമ്മൾ ഒരു AGMലോ അല്ലെങ്കിൽ EGMലോ എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗിലോ വരണമെങ്കിൽ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിങ്ങിൻ്റെ 75% വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റും ക്യാമ്പയിൻ കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് 75% എത്തിയില്ല. 60% ആൾക്കാർ ഇതിനെ അനുകൂലിച്ചു, 40% ആൾക്കാർ ഇതിനെ എതിർത്തു. അങ്ങനെ 75 എന്ന് പറയുന്ന നോം കടക്കാത്തതുകൊണ്ട് ഈ റെസൊല്യൂഷൻ ഫെയിലായി. അദ്ദേഹം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താ പറയുക സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി, ഞാൻ അതിനെ മാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ CEO ആയിട്ട് കണ്ടിന്യൂ ചെയ്യും, കമ്പനിയുടെ ഗ്രോത്ത് ഒക്കെ മുന്നോട്ട് പോകുന്നൊക്കെ. പക്ഷേ എനിക്ക് ഇനി ഇവിടുന്ന് പേടിയുണ്ട് കേട്ടോ. ഞാൻ ഈ സ്റ്റോക്കിനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നെഗറ്റീവായിട്ട് പറയില്ല, ശരിക്കും ഇത് പോസിറ്റീവ് ന്യൂസ് ആണ്. സ്റ്റോക്ക് ചിലപ്പോൾ നീജർക്ക് റിയാക്ഷനിൽ താഴെ പോയേക്കാം. എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇനി CEO ആയിട്ടിരിക്കുമ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്ന് എന്താ കാണിക്കാൻ പോണെന്നുള്ള കാര്യം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ കമ്പനി നന്നാവണമെങ്കിൽ ഈ 4% സ്റ്റേക്ക് വെച്ചൊന്നും നന്നാവാൻ ആഗ്രഹിക്കില്ല. അദ്ദേഹത്തിന് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇനി സീരീസ് ഓഫ് ബാഡ് ന്യൂസ് ഒക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷമേ കമ്പനി നന്നാക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാര്യം പണ്ട് MNC കമ്പനികളൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പണ്ട് മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ ഡീലിസ്റ്റ് ചെയ്യണം. പക്ഷേ എന്നാൽ അതിനകത്ത് ഭയങ്കര വലിയ വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ആ ഡീലിസ്റ്റിങ്ങിന് അഗെയിൻസ്റ്റ് വോട്ട് ചെയ്യും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? ആദ്യം മിണ്ടാതിരുന്ന് ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്നൊക്കെ പറയും. പിന്നെ അവർ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ നെഗറ്റീവ് ന്യൂസുകൾ വിടും. പിന്നെ റിസൾട്ട്സ് ഒക്കെ മോശമാക്കും. ഇത്രയൊക്കെ മോശമാക്കി വരുമ്പോൾ നമ്മളിപ്പോഴത്തെ സാധാരണക്കാരന് നമ്മുടെ ക്ഷമ കെട്ട് തോന്നുന്ന പ്രൈസിന് നമ്മൾ ഇതെടുത്ത് വിൽക്കണത് കംപ്ലീറ്റ് അവർ മേടിച്ച് അവർ ഷെയർ ഹോൾഡിംഗ് 75% മുകളിൽ കൊണ്ടുവന്നിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് അവർ ഈ പറയുന്ന പോലെ ഡീലിസ്റ്റ് ചെയ്യും. ഇങ്ങനത്തെയൊക്കെ ചെയ്തുകൊണ്ട് ഇനി പുനിത് ഗോയങ് അങ്ങനെ ചെയ്യുമെന്നറിയില്ല, ചെയ്യാൻ ചാൻസ് ഇല്ല. കാര്യം ഇതിനകത്ത് അത്രയ്ക്ക് ഷെയർ ഹോൾഡർ ആക്ടിവിസം ഉണ്ട്. അത്രയും ആൾക്കാർ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നതുകൊണ്ട് ഇനി അങ്ങനെ കളിയൊന്നും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈവൻ ദെൻ ഈ പറഞ്ഞ പോലെ കമ്പനി നല്ലൊരു കമ്പനിയാണ്. 2200 കോടി അല്ലെങ്കിൽ 2400 കോടി ക്യാഷ് ബാലൻസ് ഷീറ്റിലുണ്ടെന്ന് പറയുമ്പോൾ ആ കമ്പനി എന്താ? അത് മാത്രമല്ല ഇന്ത്യൻ മീഡിയയുടെ ഓപ്പർച്യൂണിറ്റി എന്താ? അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നേ ഉള്ളൂ. സ്റ്റോക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഉള്ള നോക്കാം. ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസ് ആയിട്ടോ കണക്കാക്കരുത്, സോളിസിറ്റേഷനോ അല്ല. ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ് മാത്രം, അവർ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ ആക്ട് ചെയ്യുക. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു, ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രം. ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി ഇന്ന് ക്വിക്കായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും സഫാനാണ്. സഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനില. സഫാൻ, എന്തൊക്കെയാണ് മാർക്കറ്റിനുള്ള അപ്ഡേറ്റ്സ്? സെക്ടേഴ്സിലെല്ലാം ഒരു മിക്സഡ് പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിഫ്റ്റിയിൽ 0.34% ഇടിവും ബാങ്ക് നിഫ്റ്റിയിൽ 0.09% ഇടിവുമാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുകയാണെങ്കിൽ 23 സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയും 26 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 5 സ്റ്റോക്കുകൾ അഡ്വാൻസും 6 സ്റ്റോക്കുകൾ ഡിക്ലൈനുമായിട്ടാണ് കാണപ്പെടുന്നത്.
ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 4.5% മുന്നേറ്റവും SBI ലൈഫ് 1.43% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഗ്രാസിം ഇൻഡസ്ട്രീസ് 0.57% മുന്നേറ്റവും ഏഷ്യൻ പെയിന്റ്സ് നേരിയ തോതിലുള്ള മുന്നേറ്റവുമാണ് രേഖപ്പെടുത്തുന്നത്. ടോപ്പ് ലോസേഴ്സിൽ TCS 2.27% ഇടിവും വിപ്രോ 2.34% ഇടിവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇൻഫോസിസ്, ഭാരതി എയർടെൽ എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവ് പ്രകടമാവുന്നുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക് 0.25% മുന്നേറ്റവും കനറ ബാങ്ക് 0.2% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ആക്സിസ് ബാങ്ക് 0.6% മുന്നേറ്റവും കോട്ടക് മഹീന്ദ്ര ബാങ്ക് 0.52% മുന്നേറ്റവുമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സിൽ IDFC ഫസ്റ്റ് ബാങ്ക് 1% ഇടിവും HDFC ബാങ്ക് 0.54% ഇടിവും രേഖപ്പെടുത്തുന്നു. അതുപോലെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നുണ്ട്. ഇനി നിഫ്റ്റിയിലെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ പുൾ ബാക്ക് സ്റ്റേജിലാണ്. അതായത് നിഫ്റ്റിയിൽ ഒരു നല്ലൊരു സെല്ലിംഗ് ആണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സ്പേർട്സ് വ്യൂ പ്രകാരം നിഫ്റ്റിയിൽ 25,200 എന്ന ലെവൽ ഒരു ക്രൂഷ്യൽ ലെവലാണ്. അവിടെ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു കറക്ഷനാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 57,600 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ 0.5% ഇടിവാണ് ഈ മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നത്. മാർക്കറ്റ് ഒരു ഹെൽത്തി സ്റ്റേറ്റിലാവണമെങ്കിൽ 19,154 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ഹെൽത്തി സ്റ്റേറ്റില എന്ന് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ ലെവലിൽ ഹൈ റിജക്ഷൻസ് ആണ് മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായി ഒരു സ്റ്റോക്ക് ന്യൂസായി പങ്കുവെക്കാനുള്ളത് PC ജ്വല്ലേഴ്സ് ഫണ്ട് റേസിംഗിന് ഒരുങ്ങുന്നു എന്നതാണ്. 500 കോടി രൂപയുടെ ഫണ്ട് റേസിംഗ് ആണ് ഈ സമാഹരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കറണ്ട് 4% ഡൗൺ ആണ്. സ്വിംഗ് ട്രേഡേഴ്സിന് ഈ ഒരു സ്റ്റോക്കിനെ മൊമെന്റ് ബസ്റ്റ് കാൻഡിഡേറ്റ് ആയി കൺസിഡർ ചെയ്യണമെങ്കിൽ 19.3 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ നിന്നും നെക്സ്റ്റ് അപ്സൈഡ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവൂ എന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി അടുത്തതായി പങ്കുവെക്കാനുള്ളത് FMCG സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇന്ന് 1%-ലധികം മുന്നേറ്റത്തിലാണ് FMCG സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സെക്ടറിൽ ട്രെൻഡ് റിവേഴ്സലാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് 3 days ആയിട്ട് നല്ലൊരു ട്രെൻഡ് പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ക്രൂഷ്യൽ ലെവൽ 57,400 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ FMCG സെക്ടറിൽ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സിർമ ലാസ്റ്റ് ഡേ 50 വീക്ക് ന്യൂ 50 വീക്ക് ഹൈ രേഖപ്പെടുത്തി. അതുപോലെ ഗ്ലെൻമാർക്ക് ഫാർമ ന്യൂ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തി. ഇന്ന് 10% അപ്പർ സർക്യൂട്ടിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇനി ന്യൂ ആൾ ടൈം ഹൈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലെൻമാർക്ക് ഫാർമ, അതുപോലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ലോറസ് ലാബ് എന്നിവയിലെല്ലാം ന്യൂ ഓൾ ടൈം ഹൈ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പേർട്സ് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. അത് ക്യാമ്പസ് ആണ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്യാമ്പസിൽ ലാസ്റ്റ് ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അത് ലാസ്റ്റ് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് 10 days ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. എങ്കിലും ഇന്നൊരു നേരിയ തോതിലുള്ള ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് നെക്സ്റ്റ് ഡേയ്സിൽ ഒരു ഫോളോ ത്രൂ ക്യാൻഡിൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറന്റ് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോപ്പർ ബ്രേക്ക്ഔട്ട് നടന്ന് റീടെസ്റ്റ് റാലി ലഭിച്ച ട്രാൻസ്റയിലാണ്. ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് നമുക്ക് റീസെന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിന്റെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. ഇനി മറ്റൊരു സ്റ്റോക്കായി ഡിസ്കസ് ചെയ്യാനുള്ളത് മെഡിയാസിസ്റ്റ് ആണ്. ഈ മെഡിയാസിസ്റ്റിൽ സ്ട്രോങ് പ്രൈസ് കോൺട്രാക്ഷൻ ആണ് ലാസ്റ്റ് 2 weeks നടന്നത്. അതിനുശേഷം ഒരു പ്രോപ്പർ ഫോളോ ത്രൂ റാലിയും ഒരു സ്റ്റോക്ക് ലഭിച്ചു. ലാസ്റ്റ് 3 days ആയിട്ട് പോക്കറ്റ് പിവറ്റ് വോളിയം കണ്ടിന്യൂസ് ബൈയിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മണിക്കൂറിൽ നേരിയ തോതിലുള്ള ഇടിവിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവസാനമായി ഡിസ്കസ് ചെയ്യാനുള്ളത് PTC ഇൻഡസ്ട്രീസ് ആണ്. ഈ ഒരു സ്റ്റോക്കും ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഹയർ ലെവൽ വോളിയം ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈ ഒരു സ്റ്റോക്കിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. ഇനി അവസാനമായി
ഫാർമ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റീടെസ്റ്റ് സോണിലാണ് ഈ ഒരു സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. 22,000 എന്ന ലെവലിന് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചതിന് ശേഷം ആ ഒരു സോണിൽ റീടെസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. കറന്റ് പുൾ ബാക്ക് സ്റ്റേജിലാണ് ഈ ഒരു ഈ സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്പർ 75 ആണ്. അതായത് സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. യെസ്, ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. അനില, സഫാനായിരുന്നു ഡീറ്റെയിൽസ് പങ്കുവച്ചത്. ഏതായാലും നമുക്ക് മാർക്കറ്റിലേക്ക് ഒന്ന് തിരിച്ചെത്തുകയാണെങ്കിൽ സഫാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് സെക്ടേഴ്സിലടക്കം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, നമുക്ക് ആദ്യം നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു എക്സ്പയറി ഡേ ആയിരുന്നു. ഇന്നലെ നമുക്കൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നും ഇപ്പോൾ ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. 25,300 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഓൾമോസ്റ്റ് ഒരു 25,250 ആ ഒരു റേഞ്ചിലേക്ക്, കൃത്യമായി പറയുകയും 25,268 എന്നൊരു റേഞ്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. 88ഓളം പോയിന്റ്സിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ചില ഹെവി വെയ്റ്റ്സ്, പർട്ടിക്കുലർലി റിലയൻസ് ഇൻഡസ്ട്രി, ഭാരതി എയർടെൽ, ബാങ്കിങ് ഓഹരികളായിട്ടുള്ള HDFC ബാങ്കിലൊക്കെ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് നിഫ്റ്റി 50യിൽ ഇങ്ങനത്തെ ഒരു കറക്ഷൻ കാണാൻ സാധിക്കുന്നത്. ബട്ട് നിഫ്റ്റി 50ക്ക് ഇന്ന് ഏറ്റവും അധികം താങ്ങാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ദ FMCG ലീഡർ ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അത് നമ്മൾ നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 4% നേട്ടം ഇതുവരെ നൽകിയിട്ടുണ്ട്. ഏതായാലും HULന്റെ കേസ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. HULനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് മലയാളികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും അതിൻ്റെ തലപ്പത്തേക്ക് ആദ്യമായിട്ട് പ്രിയ നായർ എന്ന സ്ത്രീ എത്തുകയാണ്. മലയാളി കൂടിയാണ്. ഏകദേശം ഓൾമോസ്റ്റ് 30 വർഷത്തോളമായിട്ട് HULന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലേഡി കൂടിയാണ്. ഏതായാലും ആ വാർത്തയോട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അഗ്രസീവായിട്ടും വളരെ പോസിറ്റീവായിട്ടുമാണ് ഇപ്പോൾ നിക്ഷേപകർ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് FMCG സെക്ടറിനും നിഫ്റ്റിക്കും ഒരുപോലെ കരുത്ത് പകർന്ന ഒരു ഓഹരിയായിട്ട് HUL മാറിയിട്ടുണ്ട്. HULന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HUL കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷത്തിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 അണ്ടർ പെർഫോമൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഈ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 2600. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. സർ, ഒപ്പം തന്നെ ഇന്നിപ്പോൾ നിഫ്റ്റിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് IT ആണ്. ഓൾമോസ്റ്റ് ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ആരംഭിച്ചിരിക്കുന്നത്. 1.25% ഇടിവ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിഫ്റ്റി IT സൂചികയിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്ന് കാലത്ത് ഒരു നേരിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും അതിനുശേഷം നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ ഇൻ നിഫ്റ്റി IT സെക്ടർ ബെയറിഷായി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. 39,250 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. IT-യിൽ തന്നെയും സ്പെസിഫിക് ആയിട്ട് TCS-ലേക്ക് കൂടിയാണ് വരുന്നത്. TCS-നെ സംബന്ധിച്ചിട്ട് എന്നാൽ അത്ര മികച്ച റിസൾട്ട് അല്ലെങ്കിൽ സ്ട്രീറ്റിന് കംപ്ലീറ്റ് ആയിട്ട് നിരാശപ്പെടുന്ന തരത്തിലുള്ളൊരു നമ്പേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കുമോ മറ്റ് Tier 1 ഉൾപ്പെട്ട കമ്പനികളുടെയും ഒരു റിസൾട്ട് എന്ന തരത്തിലൊരു ഭീതി കൂടി മാർക്കറ്റിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും TCS ഓഹരികൾ നിലവിൽ ഒരു 2% ഇടിവിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. TCS-ലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ വ്യൂ എന്താണ്? അല്ല, TCS, ഇൻഫോസിസ്, വിപ്രോ ഈ 3 ലാർജ് ടെക്നോളജി സ്റ്റോക്സിലും ഒത്തിരി മാസങ്ങളായിട്ട് ട്രെൻഡ് നെഗറ്റീവായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. സോ TCSന്റെ റിസൾട്ട്സിൽ എനിക്ക് ഒരു സർപ്രൈസും തോന്നുന്നില്ല. ഐ തിങ്ക് അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഈസ് അലോങ് മൈ എക്സ്പെക്റ്റഡ് ലൈൻസ്. ആൻഡ് TCSന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് 3,500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3,350 രൂപയുടെ സപ്പോർട്ട് കെയർഫുള്ളായി ശ്രദ്ധിച്ചിരിക്കണം.
ഒപ്പം തന്നെ സി എൻ്റർടൈൻമെൻറ്റുമായിട്ട് ചില അപ്ഡേഷൻസ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രിഫറൻഷ്യൽ വാറൻസ് ഇഷ്യൂ ചെയ്തതിന് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അനുമതി നൽകിയിട്ടില്ല. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിട്ടില്ല. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ന് ഓൾമോസ്റ്റ് ഒരു 2.5% മുകളിൽ ഒരു ഡിവിലേക്കാണ് സിയിൽ ഓഹരികൾ ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. സി എൻ്റർടൈൻമെൻറ്റിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ ടേക്ക് എന്താണ്? സി എൻ്റർടൈൻമെൻറ്റ് കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിനിടെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ഇന്ന് നമുക്ക് കാലത്ത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിൽ അതിനുശേഷം നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 132 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. FMCGയുടെ ഒപ്പം തന്നെ നിഫ്റ്റിക്ക് ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമയാണ്. ഫാർമയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രത്യേകിച്ചും ഗ്ലെൻമാർക്ക് ഫാർമയാണ് ഇന്നത്തെ ഈ ഒരു സെക്ടറിലെ ഒരു താരമായി മാറിയിരിക്കുന്നത്. ഈ ആദ്യത്തെ 45 മിനിറ്റ്സ് പിന്നിടുമ്പോഴേക്കും 10% ഒരു നേട്ടവും ഒപ്പം തന്നെ പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇപ്പോൾ ഗ്ലെൻമാർക്ക് ഫാർമയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകിച്ചും ആഗോളതലത്തിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് അപ്ഡേഷനാണ് എത്തിയിരിക്കുന്നത്. അവരുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഗ്ലെൻമാർക്ക് ഫാർമയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗ്ലെൻമാർക്ക് ഫാർമ ആൻഡ് ലോറസ് ലാബ് ഇന്ത്യൻ ഫാർമ സെക്ടറിൽ നിന്നും ഔട്ട് പെർഫോമൻസ് കഴിഞ്ഞ ഒരു 1-1.5 മാസത്തിനിടയിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അണ്ടർടോൺ ഈ 2 ഫാർമ സ്റ്റോക്സിലും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഗ്ലെൻമാർക്ക് ഫാർമ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് ഇതേ സിമിലർ പാറ്റേൺ ഇത്രയും ശക്തമല്ലെങ്കിൽ പോലും ആബോട്ട് ഇന്ത്യ ആൻഡ് ഗ്ലെൻമാർക്ക് ഫാർമയിലും ഫൈസറിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ 5 ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ് ആയിരിക്കും എൻ്റെ അറ്റ് ദ മൊമെന്റ് ഫേവറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്നലെ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് IREDA ആയിരുന്നു. IREDA സംബന്ധിച്ചിട്ട് അവരുടെ ലാഭത്തിൽ ഏകദേശം ഒരു 49% ഒരു വാർഷിക വളർച്ച കൈവരിക്കാൻ സാധിച്ചതായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ പക്ഷേ ആ ഒരു നമ്പേഴ്സൊന്നും അത്ര പോസിറ്റീവായിട്ടല്ല റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 5%-ലധികം താഴേക്കാണ് ഓഹരികൾ ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഏതായാലും IREDAയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, IREDAയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ തന്നെ ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി വലിയൊരു കറക്ഷനായി സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 157 രൂപയിലെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ 176 അതിനുശേഷം 185 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഇന്നലെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത മറ്റൊരു കമ്പനി ടാറ്റ എലക്സി ആയിരുന്നു. ടാറ്റ എലക്സിയെ സംബന്ധിച്ചിട്ട് നമ്പേഴ്സ് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 3%-ലധികം ഇടിവിലാണ് ഇന്നിപ്പോൾ ടാറ്റ എലക്സിയുടെ ഓഹരികൾ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ടാറ്റ എലക്സിയിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ വ്യൂ എന്താണ്? ടാറ്റ എലക്സിയുടെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 4650 രൂപയിൽ നിന്നും ഏകദേശം 6750 രൂപ വരെ ഈ സ്റ്റോക്ക് നേട്ടം നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഏർലി മിനിറ്റ്സിൽ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഷോർട്ട് കവറിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് അണ്ടർടോൺ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 5600 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 6400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, ഒപ്പം തന്നെ ഇന്നലെ റിസൾട്ട് വന്നതിൽ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തൊരു കമ്പനിയായിരുന്നു ആനന്ദ് റാഠി വെൽത്ത് എന്ന് പറയുന്നത്. ആനന്ദ് റാഠി വെൽത്ത് ഇന്നലെ അവരുടെ ഗ്രോത്തിലും ഒപ്പം തന്നെ പ്രോഫിറ്റ് മാർജിൻസും അടക്കം വ്യക്തമായിട്ടൊരു മുന്നേറ്റം കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയതായിട്ടാണ് നമ്പേഴ്സ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിലും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഓൾമോസ്റ്റ് ഒരു 4.5% മുകളിലൊരു മുന്നേറ്റം നടത്താനും സാധിക്കുന്നുണ്ട്. ആനന്ദ് റാഠിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആനന്ദ് റാഠിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കറന്റ് ലെവൽസിൽ ഹൗഎവർ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 2200 അതിനുശേഷം 2300. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്.
സൂരജ് സർ, ഇന്നിപ്പോൾ നമ്മൾ ആക്ച്വലി തുടക്കത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു, നമ്മുടെ മലയാളികൾക്ക് ഒരു വലിയൊരു അഭിമാന നിമിഷമാണ്. HUL തലപ്പത്തേക്ക് ഒരു മലയാളി എത്തുകയാണ്. പ്രിയ നായരാണ് എത്തുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണല്ലേ സർ? അത് ആക്ച്വലി രോഹിത് ജാവ ഏതാണ്ട് 2 കൊല്ലം മാത്രമേ സെർവ് ചെയ്തുള്ളൂ. അദ്ദേഹം റിസൈൻ ചെയ്തിട്ടാണ് ആ സ്ഥലത്തേക്കാണ് പ്രിയ നായർ വരുന്നത്, ന്യൂ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററിയാണ് യൂണിലീവർ ഇന്ത്യക്ക് ഒരു ഫീമെയിൽ ഹെഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പ്രിയ നായർ എനിക്ക് തോന്നുന്നു 1995 മുതൽ യൂണിലീവർ HUL ഗ്ലോബലിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാണെന്ന്. എനിക്ക് തോന്നുന്നു അവരുടെ വെൽനസ് ഡിവിഷൻ, അതായത് ബ്യൂട്ടി ആൻഡ് വെൽനസ് ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. ഏതാ? ഗ്ലോബൽ യൂണിലീവറിൽ. അപ്പോൾ ഈ പറയുന്ന പോലെ മാർക്കറ്റ് അതിനെ വെൽക്കം ചെയ്ത് 4% ഒരു ഇതേപോലെ ഒരു വലിയ സ്റ്റോക്ക് വെൽക്കം മുന്നോട്ട് പോകുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് അത് മാത്രമല്ല ന്യൂസ്, എന്തോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്ങിനെ കുറിച്ച്, അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിനെ കുറിച്ച് എന്തോ ഒരു തന്നെ, അത് ലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയാണ് ഈ പറയുന്ന പോലെ HUL എന്നുള്ളത്. അപ്പോൾ ആ ഒരു ന്യൂസും കൂടെ ചേർന്നിട്ടാണ് ഇത് കയറുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാണ്ട് പ്രിയ നായർക്ക് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ക്രെഡൻഷ്യൽസ്, ഷീ മൈറ്റ് ബി എ ഗുഡ് എക്സിക്യൂട്ടീവ്, ബട്ട് ഈവൻ ദെൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഇത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു വരാനായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ളത്. ബട്ട് വേറെ എന്തോ ന്യൂസ് ഉണ്ട്, എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്ങിനെ കുറിച്ചാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നാമത്തെ കാര്യം, ഈ സ്റ്റോക്ക് എന്നുണ്ട്, അതായത് FY 2016 മുതൽ 2021 വരെ ഏതാണ്ട് 3.5 ടൈംസ് കയറിയ സ്റ്റോക്ക് 2022 മുതൽ, അതായത് ലാസ്റ്റ് 5 കൊല്ലം ഇത് വെറും 8% കയറിയിട്ടുള്ളൂ എന്നുള്ളത്. അതായത് അന്ന് 3.5 ടൈംസ് കയറിയത് ആ സ്റ്റോക്ക് ഓവർ വാല്യുവേഷൻ കാരണം ഒരു ടൈം കറക്ഷൻ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. പ്രൈസ് കറക്ഷൻ ഉണ്ട്, ടൈം കറക്ഷൻ ഉണ്ട്. പ്രൈസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് അട്രാക്റ്റീവ് ആവും. ടൈം കറക്ഷൻ എന്ന് വെച്ചാൽ ഏർണിങ്സിനെക്കാളും കൂടുതൽ വാല്യുവേഷനിലേക്ക് സ്റ്റോക്ക് പോയാൽ ഏർണിങ്സ് ക്യാച്ചപ്പ് ചെയ്യുന്നവരെ സ്റ്റോക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നില്ല. ഏതാണ്ട് ലാസ്റ്റ് 5 കൊല്ലമായിട്ട് യൂണിലിവറിൽ കാണുന്നത് വെച്ചാൽ 8% റിട്ടേൺ മാത്രമേ തന്നുള്ളൂ. അതായത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, മേ ബി ഇൻ 21 and 22, the fundamentals, the value of the stock, അതായത് the price of the stock has run ahead of the fundamentals. അപ്പോൾ ആ ഫണ്ടമെന്റൽസ്, ആ പ്രൈസ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ഫണ്ടമെന്റൽസ് ക്യാച്ചപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് HUL നടക്കണമെന്നുള്ള. അപ്പോൾ പ്രിയ നായരുടെ അപ്പോയിന്റ്മെന്റ് ഏതായാലും വെൽക്കമാണ്. ഒരു മലയാളി എന്ന രീതിയിലും ഒരു വിമൻ എന്ന രീതിയിലും വുമൻ എംപവർമെന്റ് എന്ന രീതിയിലും അത് വെൽക്കമാണ്. എത്രത്തോളം ആ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു, അവരുടെ പെർഫോമൻസ് എന്നുള്ളതാണ്. ഏതായാലും രോഹിത് ജാവയുടെ പെർഫോമൻസ് അത്രയ്ക്ക് മാർക്കറ്റ് അത്രയ്ക്ക് ഒന്നും വരെ സന്തോഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷനോടുകൂടി അതിപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ള. ബട്ട് സ്റ്റോക്ക് കയറുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് വളരെ കുറവായിട്ടുള്ള ഒരു സ്റ്റോക്കും കൂടെയാണ്. അതിൻ്റെ എന്തോ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു സമയമായിരിക്കുകയാണ്. ഇന്നലെ നമുക്കൊരു സ്പോട്ട്ലൈറ്റ് ന്യൂസ് ആയിരുന്നു. ഇന്നിപ്പോൾ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഏതാണ് സർ ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് പിക്ക്? ആക്ച്വലി ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന, അതായത് ഞാൻ ഇന്ന് പഠിച്ച കമ്പനി, ആക്ച്വലി ഞാനത് വായിച്ച് വേറൊരു കാര്യത്തിന് വായിച്ചു വന്നപ്പോഴാണ് ഞാൻ ഈ LG എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയെ ഞാൻ കാണുന്നത് കേട്ടോ. അതായത് ഇത് ആക്ച്വലി 1960s ഗാരാജ് ടൂൾ കമ്പനി, അതായത് ഗാരാജ് വർക്ക്ഷോപ്സിനൊക്കെ ടൂൾ ഉണ്ടാക്കുന്ന ഒരു ടൂളിംഗ് കമ്പനി ആയിട്ടാണ് ഇത് വന്നിരുന്നത് എന്നുള്ള. ഇപ്പം ലോകത്തിലെ തന്നെ ഈ കമ്പനിനെ ഞാൻ കൊണ്ടുവരാൻ കാര്യം വെച്ചാൽ ഇവർക്ക് വളരെ വലിയ ഗ്ലോബൽ അംബീഷനാണ്. ഇപ്പം എയർ കംപ്രസേഴ്സിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് കംപ്രസർ. ഇപ്പം ലോകത്തെ ടോപ്പ് 8 എയർ കണ്ടീഷണർ കംപ്രസർ കമ്പനിയിൽ വൺ ഓഫ് ദ കമ്പനിയാണ് ഈ LG എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എയർ കംപ്രസേഴ്സ് ആണ് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ നമുക്കറിയാലോ, ഈ കംപ്രസർ എന്ന് പറയുന്ന എയർ, അതായത് കംപ്രസർ ചെയ്യുന്നത് വെച്ചാൽ എയറിനെ ഹോസിൽ കൂടെ, അതായത് നമ്മളിപ്പോൾ ഒരു ടൂൾ ഉപയോഗിക്കും, ആ ടൂളിന് ഒരു ഫോഴ്സ് വേണം. നമ്മൾ ഈ ജാക്ക് ഹാമർ കണ്ടിട്ടില്ല, അതായത് നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ ഇളക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പവർ വേണം. കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എയർ കൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യണം. അപ്പോൾ കംപ്രസറിലേക്ക് ഇത് കണക്ട് ചെയ്യും. അപ്പോൾ കംപ്രസർ ഹൈ ഫോഴ്സിൽ എയർ കൊടുക്കുമ്പോൾ ജാക്ക് ഹാമർ ഓപ്പറേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ സാധാരണ ഈ ഓസ് വഴി എയർ ഉപയോഗിച്ച് അതിനൊരു പവർ കൊടുക്കുന്നതിനാണ് കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ എയർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഡസ്ട്രിക്കും മാനുഫാക്ചറിങ്ങിലൊക്കെ 4th യൂട്ടിലിറ്റിയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പവർ ചെയ്യാനായിട്ട് വെള്ളം വേണം, ഇലക്ട്രിസിറ്റി വേണം, ഗ്യാസ് വേണം. അതേപോലത്തെ 4ാമത്തെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് എയർ എന്നുള്ളത്. അപ്പോൾ 4th യൂട്ടിലിറ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് മാനുഫാക്ചറിങ്ങിന് പറയുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ, നമ്മളിപ്പോൾ കാർ വർക്ക്ഷോപ്പിൽ പോകാറില്ലേ, കാർ വർക്ക്ഷോപ്പ് ഗറാജസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, നമ്മുടെ ടയർ, ശരിക്കും പറഞ്ഞാൽ ടയറിനെ അൺസ്ക്രൂ ചെയ്യണമെങ്കിൽ ഈ 4 സ്ക്രൂ ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക, ഒരു ബോൾട്ട് ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു മെഷീൻ നമ്മൾ യൂസ് ചെയ്യും. അത് തന്നെത്താൻ അത് ഇത് ചെയ്യും. അതിന് പവർ ചെയ്യുന്നത് ഈ എയർ കംപ്രസേഴ്സാണ്. അത് മാത്രമല്ല, നമ്മുടെ ടയറിന് കാറ്റടിക്കുന്നത്
ഇതൊക്കെ എയർ കംപ്രസേഴ്സ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പെയിൻറ്റ് ജോബിലൊക്കെ നമ്മൾ അടിക്കുമ്പോൾ കംപ്രസർ ഓൺ നമ്മൾ ഇതിനൊക്കെ സൗണ്ട് കേൾക്കാറുണ്ട്, കണ്ടിട്ടില്ലേ ഗാരാജസിൽ പോകുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ മില്ലിൽ ഈ ടീഷർട്ടും ഫാബ്രിക്കും ഒക്കെ ഉണ്ടാക്കുന്ന ടെക്സ്റ്റൈൽ മില്ലിൽ ഈ പവർ എയർ ജെറ്റ് ലൂംസ് ഉണ്ട്. ഈ എയർ ജെറ്റ് ലൂംസ് ഈ ഫാബ്രിക് വീവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിനെ പവർ ചെയ്യുന്നതും ഈ കംപ്രസറാണ്. അത് മാത്രമല്ല നമ്മൾ ഈ മെഷീൻസിലൊക്കെ ഇരിക്കുന്ന നമ്മൾ ഈ ടെക്സ്റ്റൈൽ മെഷീനറിയിലേക്കാണ് ലിൻഡ് ആൻഡ് ഡസ്റ്റ് ഒക്കെ ഇല്ലേ, അതായത് ഇതിൻ്റെ പൊടിയും അതും ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും കംപ്രസർ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഫുഡ് ആൻഡ് ബിവറേജസ് ഫാക്ടറിയിലും കംപ്രസർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓയിൽ ഫ്രീ കംപ്രസേഴ്സ് എന്ന് പറഞ്ഞാൽ LGക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതാണ് ഈ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറീസ് അല്ലേ, അതിൽ യൂസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ മാനുഫാക്ചറിങ്ങിനൊക്കെ ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ക്ലീൻ എയർ വേണം. അതൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന പോലെ കണ്ടെയ്നേഴ്സ് ആണ്. അതുപോലെ ഈ പാക്കറ്റൊക്കെ ഈ സീൽഡ് പാക്കറ്റിലൊക്കെ പാക്കേജിങ് ചെയ്യാനും എയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കംപ്രസർ അവിടെയും യൂസ് ചെയ്യാറുണ്ടെന്നാണ്. അതുമാത്രമല്ല ഈ എന്താ പറയുക ഈ ചിപ്പിനെയും ബിസ്ക്കറ്റും ഒക്കെ പാക്കറ്റിലേക്ക് പുഷ് ചെയ്ത് തള്ളി നീക്കാൻ വേണ്ടി ഈ കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം വലിയ മോഡേൺ മെഷീനറിയുടെ കൂടെ ഈ കംപ്രസറും കൂടെ ഇൻകോപ്പറേറ്റഡ് ആണെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഹോസ്പിറ്റൽ ഈ ഡെൻ്റൽ ക്ലിനിക്കിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ നമ്മുടെ പല്ലൊക്കെ ഡ്രില്ല് ചെയ്യില്ലേ, നമ്മൾ റൂട്ട് കനാലൊക്കെ ചെയ്യുമ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിനൊരു പവർ വേണം. അപ്പോൾ നമ്മൾ ഈ കംപ്രസർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ എയർ കൊണ്ടാണ് അത് ഡ്രില്ല് ചെയ്യണമെന്നുള്ള. അതുപോലെ ഈ ഓക്സിജൻ സപ്ലൈക്കൊക്കെ ഈ പറയുന്ന പോലെ പേഷ്യൻസിന് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിൻ്റെ പുറകിലും എയർ കംപ്രസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഞാൻ പറഞ്ഞു LG എക്യുപ്മെന്റ്സിന്റെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ജാക്ക് ഹാമർ, നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ജാക്ക് ഹാമർ യൂസ് ചെയ്യുമ്പോൾ അതിനെ പവർ ചെയ്യുന്നത് കംപ്രസർ ആണ്. പിന്നെ അതുപോലെ സ്പ്രേ പെയിന്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ, മതിലൊക്കെ ചെയ്യുമ്പോൾ കംപ്രസർ ഓൺ ചെയ്തിട്ടാണ്. കംപ്രസർ ഇന്ന് കൊണ്ടുവന്നാലേ പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പെയിന്റർമാർ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിനും ഒക്കെ ഈ പറയുന്ന പോലെ, അത് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അത് പ്രിസൈസ് മെഷീൻസിനൊക്കെ വളരെ ക്ലീൻ ആൻഡ് സേഫ് എൻവയറൺമെന്റ്, ഡസ്റ്റ് ഫ്രീ ഒരു സ്പേസ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കംപ്രസർ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഒക്കെ ഇന്ത്യയിൽ ഇനിയിപ്പോൾ വളരെ വലുതായിട്ട് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷനൊക്കെ വരുമ്പോൾ കംപ്രസറിൻ്റെ ഒക്കെ യൂസേജ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. ഈ കമ്പനി വളരെ ഗ്ലോബൽ അംബീഷൻസ് ഉള്ള കമ്പനിയാണ്. അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ എയർ കംപ്രസർ കമ്പനിയായിട്ട് മാറണമെന്നാണ് മാനേജ്മെൻറ്റ് ആഗ്രഹം. ഏതാണ്ട് പേറ്റൻസ് ഉണ്ട് കേട്ടോ, 60 ആക്റ്റീവ് പേറ്റൻസ് ഉള്ള കമ്പനി, വളരെ ചില്ലറ കമ്പനിയൊന്നുമല്ല. പ്രത്യേകിച്ച് അവരെ സ്ക്രൂ കംപ്രസേഴ്സ്, അതായത് സ്ക്രൂ കംപ്രസൊക്കെ ഒരു എന്താ പറയുക ഒരു ഗ്ലോബലി പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള. പിന്നെ ഇവർക്കൊരു സ്റ്റെബിലൈസർ ടെക്നോളജി ഉണ്ട്. ഈ സ്റ്റെബിലൈസർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഫസ്റ്റ് തന്നെയാണ്. അതായത് ഈ കംപ്രസറിൻ്റെയൊക്കെ ഈ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്ന സൈക്കിളിലൊക്കെ അതിൻ്റെ എന്താ പറയുക ആ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു എനർജി സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡ്രമാറ്റിക് ആയിട്ട് അതിനൊരു ചേഞ്ച് വരുന്നതൊക്കെ കട്ട് ചെയ്യാനൊക്കെയാണ് ഈ പറയുന്ന പോലെ സ്റ്റെബിലൈസർ ടെക്നോളജി അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊരു മെഷീൻ മാത്രം ഉണ്ടാക്കുന്നതല്ല, ഒരു എയർ എക്കോസിസ്റ്റത്തിനെ തന്നെ അവരൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യണതാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. അവർ കംപ്രസ്ഡ് എയർ ലൈഫ് സൈക്കിൾ എക്കോസിസ്റ്റം എന്നും അവരുടെ ബിസിനസ്സിനെ കുറിച്ച് പറയാറുണ്ടെന്നാണ്. വളരെ ഏബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പാണ്. അതായത് ഹാർവാർഡ് അലൂമിനിയാണ് അതിൻ്റെ ഈ MD ആൻഡ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അത് ജയറാം വരദരാജൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു, വളരെ ഇതൊരു ഫാമിലി റൺ ബിസിനസ്സാണ്. നമ്മൾ ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ പ്രോഡക്ട്സിൻ്റെയും ഇതേപോലെ മെഷീൻസിൻ്റെയും ഈ ഓട്ടോമൊബൈലിൻ്റെ പാർട്സിനും ഒക്കെ വളരെ ഫേമസ് ആണ്. അത് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രനേഴ്സ് ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ബഡ് ചെയ്തതാണ്. അവിടെ നമുക്കറിയാം ഈ LG ഫാമിലി, ELGI ഫാമിലിയൊക്കെ വളരെ ഫേമസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ജയറാം വരദരാജൻ്റെ സ്പീച്ചൊക്കെ ഭയങ്കര രസമുള്ള, ഭയങ്കര അവരൊക്കെ എംപ്ലോയീസിനെയൊക്കെ ഡീൽ ചെയ്യണത് കണ്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് എംപ്ലോയീസിൻ്റെ അടുത്തൊരു മാനേജ്മെൻറ്റ് പെരുമാറണം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ്. KPR മിൽസും ഒക്കെ അത് കേട്ടോ. ഈ കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനി ഒന്നാമത് ഈ തമിഴ് കൾച്ചറിന് ഭയങ്കര ഒരു ഹ്യൂമിലിറ്റി ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ രസമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എപ്പോഴും വായിക്കുമായിരുന്നു. വി ഡോണ്ട് വാണ്ട് ടു ബി ദ ബിഗ്ഗസ്റ്റ്, വി വാണ്ട് ടു ബി ദ ബെസ്റ്റ്. വലുതാവണം എന്നല്ല ഞങ്ങളുടെ താല്പര്യം, ബെസ്റ്റ് ആവണം എന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്നുള്ള. അപ്പോൾ വലിയ അംബീഷൻ ഉള്ളതാണ്. അപ്പോൾ മാത്രമല്ല ഇവരുടെയൊക്കെ ഈ പ്രോഡക്ട്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ കോച്ചസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ISROൻ്റെ ടെസ്റ്റ് ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്, സിമെൻറ്റ് ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വരെ വളരെ യൂസ് ഉണ്ട്. അപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രിയിൽ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഗ്ലോബൽ അംബീഷനായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഗ്ലോബൽ കമ്പനീസായിട്ടാണ് ഇവർ കോമ്പീറ്റ് ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി സ്ട്രോങ് R&D ആണ്. അതായത് ഇവരുടെ റവന്യൂ ഇല്ലേ, ഇവരുടെ ആനുവൽ റവന്യൂവിൻ്റെ 6% റവന്യൂവിൻ്റെ എമൗണ്ട് തന്നെ ഇവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നതെന്നുള്ള. അപ്പോൾ ഇവർ കംപ്രസറൊക്കെ ഇപ്പം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT ഒക്കെ ഫിറ്റ് ചെയ്തിട്ട്
നെക്സ്റ്റ് ലെവൽ ഓഫ് എയർ കംപ്രസേഴ്സ് പഴയ രീതിയിലുള്ള ലെവലിലേക്കൊക്കെ പോയി. ഇപ്പോൾ ഇവരുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓട്ടോ, ടെക്സ്റ്റൈൽസ്, ഫാർമ, ഫുഡ് പ്രോസസ്സിംഗ്, കൺസ്ട്രക്ഷൻ, മൈനിങ്, ഹോസ്പിറ്റൽസിലൊക്കെ ഇവരുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ടെന്നാണ്. ഏതാണ്ട് 120 പരം രാജ്യങ്ങൾക്ക് ഇവർക്ക് ഓപ്പറേഷൻ ഉണ്ട്. ഗ്ലോബൽ മേജേഴ്സായ അറ്റ്ലസ് കോപ്കോ, ഇൻഗർസോൾ, റാൻഡ് ഒക്കെ ആയിട്ടാണ് ഇവർ കോമ്പീറ്റ് ചെയ്യണത്. അത്രയ്ക്ക് മാത്രം കേപ്പബിലിറ്റികളാണ്. അപ്പോൾ ഈ മോർ ഫാക്ടറീസ്, ഹോസ്പിറ്റൽസ്, നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ്, മേക്ക് ഇൻ ഇന്ത്യ, സെമി കണ്ടക്ടർ, ജനറൽ മാനുഫാക്ചറിങ് ഒക്കെ ഉയർന്നു വരുമ്പോൾ കംപ്രസേഴ്സ് എന്തായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെന്നുള്ള അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ പറയുന്ന പോലെ LG എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസും അതിൻ്റെ ബാറ്ററി മാനുഫാക്ചറിങ്ങിനൊക്കെ ഒരുപാട് കംപ്രസ്ഡ് എയർ, അതായത് ക്ലീൻ മാനുഫാക്ചറിങ് എൻവയറൺമെൻറ്റും ക്ലീൻ മെഷീൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്നാണ്. ഇവരുടെ ടോട്ടൽ റവന്യൂ എനിക്ക് 2025 3570 കോടിയാണ്. നെറ്റ് പ്രോഫിറ്റ് 350 കോടിയാണ്. അതിൻ്റെ EPS 11 രൂപയാണ്. മാർക്കറ്റ് പ്രൈസ് 550 രൂപയാണ്. മാർക്കറ്റ് ക്യാപ്പ് 17,400 കോടിയാണ്. ട്രെയിലിംഗ് PE എന്ന് പറഞ്ഞാൽ 49.8 ആണ്. അതായത് ലാസ്റ്റ് 2025 ട്രെയിലിംഗ് PE 49.8 ആണ്. ഇത് ഒട്ടും ചീപ്പായിട്ടല്ല അത് ട്രേഡ് ചെയ്യണേ. അതായത് വാല്യുവേഷൻ റിച്ച്ലി വാല്യൂഡ് ആണെന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് തന്നെ ലാസ്റ്റ് 5 കൊല്ലം കൊണ്ട് 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത ഒരു സ്റ്റോക്കാണ്. ബട്ട് ഈവൻ ദെൻ ഞാൻ ഇന്നാൾ അടുത്ത കാലത്ത് ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ന്യൂസ് വായിച്ചപ്പോൾ വളരെ ചുരുക്കം കമ്പനീസ് മാത്രമേ ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു സെഗ്മെൻ്റായ ചെറിയ എന്താ പറയുക ഒരു കമ്പനിയായ LG എക്യുപ്മെൻറ്റ്സ് കോയമ്പത്തൂരിൽ സൗത്തിൽ നിന്ന് വന്ന് ഗ്ലോബൽ മേജേഴ്സിനെ കോമ്പീറ്റ് ചെയ്ത് നമ്പർ 2 ആവാൻ, അതായത് അറ്റ്ലസ് കോപ്കോ, ഇൻഗർസോൾ, റാൻഡിൻ്റെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാനായിട്ട് മാത്രം ഉയർന്നു വരുമോ എന്ന് പറയുന്നത് ഇന്ത്യൻ മാനുഫാക്ചറിങ് സ്റ്റോറി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഗ്രോത്ത് സ്റ്റോറിയിൽ ഒരു നാഴികക്കല്ലായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ LGയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. അങ്ങനെ ഒരു സ്റ്റോക്കിൻ്റെ ബിസിനസ്സാണ് നമ്മൾ അവതരിപ്പിച്ചത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു അഡ്വൈസ് അല്ല, സോളിസിറ്റേഷനും അല്ല, ബൈ റെക്കമെൻഡേഷനും അല്ല എന്ന് പറയുന്നു. ബാക്കിയുള്ളത് അനില പറയും. ഏതായാലും ഇപ്പോൾ പല പ്രേക്ഷകരും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ നടത്തിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും, നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ, ഒരു സ്റ്റോക്ക് അഡ്വൈസോ ഒന്നും തന്നെ അല്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കൃത്യമായിട്ട് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറിൻ്റെ സഹായം തേടിയതിനു ശേഷം മാത്രം നടത്തുക. ഏതായാലും നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ടൈം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത മണിക്കൂറിൽ കാണാം. നന്ദി, നമസ്കാരം.